നമ്മൾ കവിയൂർ പൊന്നമ്മയുടെ ഒരു ലൈഫ് നോക്കുകയാണെങ്കിൽ അവരൊരിക്കലും ഇത്തരം ടിപ്പിക്കൽ രീതിയിൽ ജീവിച്ചൊരു വ്യക്തിയല്ലായിരുന്നു. പ്രേംനസീറിന്റെയും സത്യന്റെ ഒക്കെ അമ്മയാവുന്ന സമയത്തൊക്കെ അവരുടെ ടീനേജ് സമയമാണ്, 20കളാണ് അവരുടെ. ഇപ്പോൾ വാത്സല്യത്തിലെ അമ്മേനെ തന്നെ നമ്മൾക്ക് വേണമെങ്കിൽ സന്ദേശത്തിലും ചെറിയ മാറ്റങ്ങളോട് പ്ലേസ് ചെയ്യാം. കവിയൂർ പൊന്നമ്മ ഇങ്ങനെ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ സുകുമാരിക്കും KPSC ലളിതക്കും വ്യത്യസ്തമായ വേഷങ്ങൾ, ഒരുപാട് വേഷങ്ങൾ കിട്ടി. അപ്പൊ ഞണ്ടുകളുടെ നാട്ടിലിടവേളയിലെ പ്രധാന ക്യാരക്ടർ ഒരു അമ്മയാണ്. ഇപ്പൊ ജേക്കബിന്റെ സ്വർഗരാജൻ നിവിന്റെ പടമായിരിക്കുമ്പോൾ തന്നെ അതിനകത്തുള്ള അമ്മയുടെ കൂടെ സിനിമയാണ്. ഇപ്പോഴത്തെ കാലത്ത് അമ്മ കഥാപാത്രങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വ്യക്തിത്വമുള്ള അമ്മമാരാണ്. കവിയൂർ പൊന്നമ്മയുടെ മരണത്തോടെ മലയാള സിനിമയിലെ അമ്മമാർ ശരിക്കും പൂർണ്ണമായി അപ്രത്യക്ഷമായിരിക്കുന്നു എന്നുള്ളൊരു ചർച്ചകൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് വ്യാപകമായിട്ട് നടക്കുന്നുണ്ട്. അങ്ങനെയല്ല, മലയാള സിനിമയിലെ അമ്മമാർ പല രൂപത്തിലും ഭാവത്തിലും പുതുമയോടെ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നും വാദപ്രതിവാദങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. എൻ്റെ കൂടെ മുഹമ്മദ് ഷഫീഖ് ഉണ്ട്. അപ്പോൾ ഷഫീഖിന് എന്താ തോന്നുന്നത്, ശരിക്കും മലയാള സിനിമയിലെ അമ്മമാർ അപ്രത്യക്ഷമായോ? പൂർണ്ണമായും അങ്ങനെ അപ്രത്യക്ഷമായി നമുക്ക് പറയാൻ കഴിയില്ല. കാരണം മലയാളത്തിൽ ഇപ്പോൾ തന്നെ ഒരുപാട് അമ്മമാർ, വ്യത്യസ്ത തരത്തിലുള്ള റോളുകളുള്ള അമ്മമാർ നമ്മളിപ്പം ഈ അടുത്ത് കണ്ടുവരുന്നുണ്ട്. പക്ഷെ കവിയൂർ പൊന്നമ്മയുടെ നിര്യാണത്തോട് കൂടിയിട്ട് ആ ഒരു നമ്മുടെ ഒരു ടിപ്പിക്കൽ അമ്മ എന്ന് പറയുന്ന ഒരു സങ്കല്പം ഉണ്ടല്ലോ. ഇപ്പം ഒരു കാലത്ത് 80s ആയാലും 90s ആയാലും നമ്മുടെ മനസ്സിലുള്ള ഒരു അമ്മ എന്ന് പറയുമ്പോൾ കവിയൂർ പൊന്നമ്മയാണ്, അല്ലെങ്കിൽ സുകുമാരി അമ്മയാണ്, അതല്ലെങ്കിൽ KPSC ലളിതയാണ്, മീന ആണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് അമ്മമാർ. ഫിലോമിനയുടെ കുറച്ച് ഫണ്ണി ആയിട്ടുള്ള ഒരു അമ്മയാകുമ്പോൾ ഫിലോമിന വരുന്നുണ്ട്. മീന എന്ന് പറയുമ്പോൾ നമ്മുടെ മേലെപ്പറമ്പിൽ ആൺവീട് പോലുള്ള സിനിമകളിൽ വരുന്നുണ്ട്. പക്ഷെ കവിയൂർ പൊന്നമ്മ എന്ന് പറയുമ്പോൾ നമ്മുടെ ടിപ്പിക്കൽ അമ്മയാണ്, സേതുമാധവന്റെ അമ്മയാണ്. അതിലെ അമ്മ എന്ന് പറയുമ്പോൾ നമുക്കൊരു ടിപ്പിക്കൽ 80s-ന്റെയും 90s-ന്റെയും നമ്മുടെ മലയാളി സമൂഹം എങ്ങനെയാണോ മുന്നോട്ട് പോയിരുന്നത് ആ ഒരു കറക്റ്റ് സമയത്തുള്ള ആ ഒരു അമ്മയാണ് ഈ സേതുമാധവന്റെ അമ്മ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഈ അമ്മ ഭർത്താവിന് വേണ്ടി ഫുഡും മറ്റുമൊക്കെ ഒരുക്കി കൊടുക്കുന്നു. മകള് കോളേജിൽ പോകുന്നുണ്ട്, മകൻ ജോലി അന്വേഷിച്ച് പോകുന്നുണ്ട്. ടിപ്പിക്കൽ മോഹൻലാൽ അല്ലെങ്കിൽ മമ്മൂട്ടി ആ ഒരു ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അവർ ജോലി തേടി പോകുന്നു, ഭർത്താവ് ജോലിക്ക് പോകുന്നു. ഭാര്യ, അതായത് ഈ അമ്മ എന്നുള്ള ക്യാരക്ടർ മൊത്തം ഈ കുടുംബമൊക്കെ നോക്കുന്ന ഒരു കുടുംബത്തിൻ്റെ ഒരു വിളക്കായിട്ട് നിൽക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഈ അമ്മ തന്നെ വൈകി എത്തുന്ന മകനെ ഒന്ന് മിനുങ്ങിയിട്ടൊക്കെ വൈകി എത്തുന്ന മോഹൻലാലിൻ്റെ ക്യാരക്ടർ അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ ക്യാരക്ടർ, സുരേഷ് ഗോപിയുടെ ക്യാരക്ടർ, ഇവരെയൊക്കെ കയ്യോടെ പിടിക്കുന്നു. അമ്മക്ക് ശാസിക്കാനുള്ള അധികാരമുണ്ട്. അതേപോലെ മകളുടെ ബയോളജി ടെക്സ്റ്റൊക്കെ നോക്കിയിട്ട് അതിലെ പ്രേമലേഖനം ഈ അമ്മ കണ്ടുപിടിക്കുന്നുണ്ട്. അതുപോലെ ഭർത്താവിന് വേണ്ടിയിട്ട് ഭർത്താവിൻ്റെ രാത്രി എല്ലാം കഴിഞ്ഞിട്ട് ഭർത്താവുമായിട്ട് ചർച്ച ചെയ്യുന്നു. മകന് ഇതുപോലെ മകനെ ഇങ്ങനെ മടിയിൽ കിടത്തിയിട്ട് രാമായണമൊക്കെ ചൊല്ലിക്കൊടുക്കുന്നു. അങ്ങനെയുള്ളൊരു ടിപ്പിക്കൽ ആ ഒരു കാലഘട്ടത്തെ കൃത്യമായി പ്രതിനിധീകരിച്ച അമ്മയായിരുന്നു ഈ കവിയൂർ പൊന്നമ്മയുടെ അമ്മ, അല്ലെങ്കിൽ സുകുമാരിയുടെ അമ്മ വേഷങ്ങൾ, KPSC ലളിതയുടെ അമ്മ വേഷങ്ങൾ. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു അവസാനത്തെ ആളായിരിക്കും കവിയൂർ പൊന്നമ്മ എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ആ കാലഘട്ടത്തിലാണെങ്കിലും ഇപ്പം സന്ദേശം, വാത്സല്യം അങ്ങനെ തുടങ്ങി കവിയൂർ പൊന്നമ്മയുടെ അത്തരം അമ്മവേഷങ്ങൾ ഒരുപാടുണ്ട്. പക്ഷേ കവിയൂർ ആ കാലഘട്ടത്തിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് എൻ്റെ ഒരു സംശയമാണ്. കവിയൂർ പൊന്നമ്മ തന്നെ പറഞ്ഞിട്ടുണ്ട് അവര് അത്തരം അമ്മവേഷങ്ങളുടെ തടവുകാരിയാണെന്നുള്ളത്. അവരെ തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കവിയൂർ പൊന്നമ്മയുടെ ഒരു ലൈഫ് നോക്കുകയാണെങ്കിൽ അവരൊരിക്കലും ഇത്തരം ടിപ്പിക്കൽ രീതിയിൽ ജീവിച്ചൊരു വ്യക്തിയല്ലായിരുന്നു. അവരുടേതായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുകയും ഇപ്പോൾ കുടുംബ ബന്ധങ്ങളിൽ വരെ, വിവാഹ ബന്ധത്തിൽ വരെ അങ്ങനെ യോജിച്ചു പോകാൻ കഴിയില്ലെങ്കിൽ വിട്ടുപോവാം, അത്തരം അവരും ജീവിച്ചത് ആ കാലഘട്ടത്തിലായിരുന്നു. പക്ഷെ നമ്മള് കവിയൂർ പൊന്നമ്മ എന്ന് പറയുമ്പോൾ ഈ ഒരു അവര് ചിലപ്പോൾ ഒരുപക്ഷെ ഒരിക്കലും ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവില്ല, ഇങ്ങനെ ടൈപ്പ് ചെയ്യപ്പെടുന്നു വിചാരിച്ചിട്ടുണ്ടാവില്ല. അവരും പറഞ്ഞിട്ടുണ്ട്. അവര് ത്രിവേണി അങ്ങനെ പേരുള്ള ഒരു സിനിമയിലൊക്കെ, സിനിമ ഞാൻ കണ്ടിട്ടില്ല, പിന്നീടുള്ള ചർച്ചകൾ കണ്ടതാണ്. അപ്പം അത്തരം സിനിമയിലൊക്കെ അവരെന്നെ ബ്രേക്ക് ചെയ്തിട്ടുള്ള അത്തരം സ്റ്റീരിയോ ടൈപ്സ് ബ്രേക്ക് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് ചില സിനിമകൾ ചെയ്യും. എന്നാൽ അത് ചെയ്തതിന് ശേഷം എല്ലാവരും എന്തിനാണ് കവിയൂർ പൊന്നമ്മ ഇത്തരം വേഷങ്ങൾ ചെയ്യുന്നതെന്ന് ചോദിക്കുകയൊക്കെ ചെയ്തു എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ അന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് വ്യത്യസ്തരായിട്ടുള്ള, KG ജോർജിന്റെ സിനിമകളിലൊക്കെയും പറയുമല്ലോ, അപ്പം അന്നൊക്കെയും വ്യത്യസ്തരായിട്ടുള്ള അമ്മമാരുണ്ടായിരുന്നിരിക്കാം. പക്ഷെ മലയാള സിനിമയുടെ അല്ലെങ്കിൽ എസ്പെഷ്യലി മേ ബി കൊമേഴ്ഷ്യൽ സ്പേസിൽ പോർട്രേ ചെയ്യാനും അന്ന് എല്ലാവരും കുറെ കൂടെ പ്രകീർത്തിച്ചുകൊണ്ടിരുന്നതും കവിയൂർ പൊന്നമ്മയുടെ നമ്മളൊക്കെ പറയുന്ന ടൈപ്പ് അമ്മരൂപങ്ങളിലെയാണ്. ഈ കവിയൂർ പൊന്നമ്മ, സുകുമാരി, KPSC ലളിത, ഈ 3 പേരായിരുന്നു ആ ഒരു സമയത്ത് മലയാളത്തിൽ ഒരുവിധമൊക്കെ. ഈ 90s-ലെ അമ്മ എന്ന് പറയുമ്പോൾ ഈ 3 പേരുമാണ്. പക്ഷേ കവിയൂർ പൊന്നമ്മ ഇങ്ങനെ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ സുകുമാരിക്കും KPSC ലളിതക്കും വ്യത്യസ്തമായ വേഷങ്ങൾ. സുകുമാരിയുടെ ബോയിങ്ങിലെ വേഷമൊന്നും നമുക്ക് ഇപ്പോഴും മറക്കാൻ കഴിയില്ല. പക്ഷെ കവിയൂർ പൊന്നമ്മ ഇതേപോലെ മമ്മൂട്ടിയുടെ അമ്മയാവുന്നു, അല്ലെങ്കിൽ മോഹൻലാലിന്റെ അമ്മയാവുന്നു, സത്യന്റെ ഒക്കെ അമ്മയാവുന്ന സമയത്തൊക്കെ അവരുടെ ടീനേജ് സമയമാണ്, 20കളാണ് അവരുടേത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കുടുംബങ്ങൾ മലയാള സിനിമയിൽ നിന്ന് അകലുന്നു, അതുകൊണ്ട് തന്നെ അമ്മ വേഷങ്ങളില്ല, അമ്മാവൻ വേഷങ്ങളില്ല, ഫാദർ ഫിഗേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുടെയും വേഷങ്ങളൊക്കെ കുറയുന്നുണ്ടെന്ന്. പക്ഷെ
എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് അമ്മവേഷങ്ങൾ അങ്ങനെ നഷ്ടപ്പെട്ടു പോയിട്ടില്ല. ഇപ്പം കൊമേഴ്ഷ്യൽ സക്സസ് ആയിട്ടുള്ള മൂവീസ് എടുക്കുകയാണെങ്കിൽ ഇപ്പം ഞണ്ടുകളുടെ നാട്ടിലിടവേളയിലെ പ്രധാന ക്യാരക്ടർ ഒരു അമ്മയാണ്. ഇപ്പം ജേക്കബിൻ്റെ സ്വർഗരാജൻ നിവിൻ്റെ പടമായിരിക്കുമ്പോൾ തന്നെ അതിനകത്തുള്ള അമ്മയുടെ കൂടെ സിനിമയാണ്. ഒരു സമയത്തിന് നമ്മളൊരു മാസ് ആക്ഷൻ ഡയലോഗ്സ് ഒക്കെ കാണുന്നത് അമ്മയിൽ നിന്നാണ്. ഇപ്പം മഞ്ജു പിള്ള, ജോളി ചേറേത്ത്, ഷൈനി സാറ, അങ്ങനെയുള്ളൊരു സ്ഥിരമായിട്ട് മലയാളികൾക്ക് പരിചയമുള്ള അല്ലെങ്കിൽ ഇന്നത്തെ കാലത്തെ ഒരു 18 വയസ്സ് വരെയുള്ള വ്യക്തികളുടെ അമ്മമാരായിട്ട് അവർ കാണുന്ന ആൾക്കാരുടെ പോലെ തോന്നിപ്പിക്കുന്ന വേഷങ്ങൾ വരുന്നുണ്ട്. അപ്പുറത്തേക്ക് നോക്കുമ്പോൾ റോഷാക്കിലൊരു അമ്മയുണ്ട്, വളരെയധികം അത്ഭുതപ്പെടുത്തുന്ന ഒരു അമ്മയാണ്. അത് എത്ര നെഗറ്റീവാണ്, എന്ത് ചോയ്സസ് എന്ത് പറഞ്ഞാലും അത്തരം അമ്മമാരും ഉണ്ട്. എനിക്ക് തോന്നുന്നു വെറൈറ്റി ഓഫ് അമ്മമാരെ കിട്ടി. ഇപ്പോൾ ഈ സംസ്ഥാന പുരസ്കാരം നേടിയിട്ടുള്ള ഭൂതകാലത്തിലെ രേവതിയുടെ വേഷം, അതെന്തൊരു അമ്മയാണ്. അങ്ങനെയുള്ള ഒരു വ്യത്യസ്ത തരം അമ്മമാർ ഇപ്പോഴും നമ്മുടെ ഇതുണ്ട്. പക്ഷെ ഒരു കാലത്തുള്ള മലയാള സിനിമകൾ നോക്കും, 90s മലയാള സിനിമ അല്ലെങ്കിൽ 80s മലയാള സിനിമ എന്ന് പറയുമ്പോൾ നായകനായിട്ടുള്ള കഥാപാത്രം ആ വീടിന്റെ ചുറ്റുമാണ് ജോലിക്ക് പോകുന്നത്. അയാൾ എന്തായാലും വൈകിട്ട് ജോലി കഴിഞ്ഞാൽ വീട്ടിലെത്തുന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ അവിടെ ഒരു അമ്മയായിട്ടൊരു കോംബോ സീൻ ഉറപ്പാണ്, അച്ഛനായിട്ടൊരു കോംബോ സീൻ ഉറപ്പാണ്. പക്ഷെ ഇപ്പോൾ അതിനുശേഷം ഒരു 2000 ശേഷം അല്ലെങ്കിൽ 2010 ശേഷം എന്ന് പറയുമ്പോൾ നായകൻ ഒരുപക്ഷെ നഗരത്തിൽ എവിടെയെങ്കിലും ജോലി ചെയ്യുന്നു. അതായത് നമ്മൾ ഇപ്പോഴത്തെ ഒരുവിധം സിനിമകളുടെയൊക്കെ കഥ നായകനിൽ ചുറ്റിപ്പറ്റി നിൽക്കുന്ന സമയത്ത് നായകൻ അമ്മയിൽ നിന്നും അകന്ന് വേറെ ഒരു സ്ഥലത്തായിരിക്കും ജോലി ചെയ്യുന്നുണ്ട്. ഒരു ഫ്ലാറ്റ് അല്ലെങ്കിൽ ആ ഒരു സംസ്കാരത്തിലേക്ക് നീങ്ങുന്ന സമയത്ത് വീട്ടിൽ നിന്നും ഒരുപാട് അകന്ന് ജോലി ചെയ്യുന്ന നായകൻ, ആ നായകനെ ചുറ്റിപ്പറ്റി കഥ ഉണ്ട്. പക്ഷെ ഓൾറെഡി അമ്മ എവിടെയെങ്കിലും ആയിട്ട് ഒരു ഫോട്ടോ ആയിട്ടോ അല്ലെങ്കിൽ ഒരു കോളായിട്ടോ ഉണ്ട്. അമ്മയുടെ പ്രാധാന്യം കുറഞ്ഞിട്ടുണ്ടാവാം, പക്ഷെ അമ്മ എവിടെയൊക്കെയോ ഉണ്ട്. അങ്ങനെയുള്ള അമ്മ അങ്ങനെ കുറച്ചുകൂടി ഇതാകുമ്പോൾ ഇപ്പം റോഷാക്കിൽ അമ്മയെ കുറിച്ച് പറഞ്ഞു, അല്ലെങ്കിൽ ഭൂതകാലത്തിൽ അമ്മയെ കുറിച്ച് പറഞ്ഞു. അതൊക്കെ നോക്കുമ്പോൾ വ്യത്യസ്തമായ റോളുകളിലേക്ക് ആളുകൾ എത്തുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ വരികയാണെങ്കിൽ ഇപ്പോൾ ഉള്ളൊഴുക്കിലെ അമ്മവേഷം, ഇപ്പൊ ലീലാമ്മ എന്ന് പറയുന്ന ഒരു അമ്മവേഷമുണ്ട്. ഉർവശി തന്നെ തിരിച്ചുവരവ് നടത്തുന്നത് അച്ചുവിന്റെ അമ്മ എന്ന് പറയുന്ന സിനിമയിലൂടെയാണ്. അപ്പൊ അതിനകത്തുള്ളതുണ്ട്, അവര് ബയോളജിക്കലി മദർ ആണോ ഇല്ല എന്നുള്ളതല്ല, അവരൊരു രസമുള്ള ഒരു മദർ ഫിഗർ ആയിരുന്നു. ആ ഉർവശി തന്നെ ഉള്ളൊഴുക്കിൽ അതിനെയും ബ്രേക്ക് ചെയ്ത് ഒരു ഗംഭീരമായിട്ടുള്ള ഒരു അമ്മവേഷം ചെയ്ത് കാണിച്ചു തന്നു. എനിക്കൊരു കാര്യം തോന്നുന്നത്, ഇപ്പോഴത്തെ കാലത്തെ അമ്മമാർക്ക് അവർക്ക് സ്വന്തമായിട്ട് അമ്മ കഥാപാത്രങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വ്യക്തിത്വമുള്ള അമ്മമാരാണ്. അപ്പൊ അവർക്ക് സ്വന്തമായിട്ടുള്ള ഒരു കഥാപാത്ര സൃഷ്ടിയുണ്ട്. ഒരു ടിപ്പിക്കൽ എല്ലാ ഇപ്പൊ വാത്സല്യത്തിലെ അമ്മേനെ തന്നെ നമ്മൾക്ക് വേണമെങ്കിൽ സന്ദേശത്തിലും ചെറിയ മാറ്റങ്ങളോടെ പ്ലേസ് ചെയ്യാം. അതായത് ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ എല്ലാ അമ്മമാരും വ്യത്യസ്തരാണ്. അവരെ നമുക്ക് സിംഗിൾ ആയിട്ട് എടുത്ത് ഒരു ക്യാരക്ടർ പോലെ തന്നെ അനലൈസ് ചെയ്യാം. 90s നോക്കുകയാണെങ്കിൽ മീന എന്നുള്ള നടിക്കായിരിക്കും കുറച്ചുകൂടി അമ്മ റോളിൽ വ്യത്യസ്തമായിട്ട് ആ സമയത്ത് തിളങ്ങാൻ കഴിഞ്ഞെന്ന് തോന്നി. ഈ കവിർപ്പന്നമ്മയുടെ കാര്യം പറയുമ്പോഴും നമ്മൾ വ്യത്യസ്ത വേഷങ്ങളുടെ കാര്യം പറയുമ്പോഴും സിനിമയുടെ കാലഘട്ടത്തിനനുസരിച്ച് അവർക്ക് എൻറ്റില് പാണും പെണ്ണും എന്നുള്ളതിൽ ഇപ്പൊ റാണി എന്നുള്ള ഒരു സിനിമയിൽ അവരുടെ ഒരു ചിരി ഉണ്ട്. അത് നമ്മൾ ഒരിക്കലും അവസാന കാലഘട്ടങ്ങളിൽ അവർക്ക് വളരെ വ്യത്യസ്തമായ വേഷം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്താ പറയുക, ഇച്ചി വില്ലനീസും വളരെ നോട്ടി ആയിട്ടുള്ള ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു ആക്ട് ചെയ്തിട്ട് വരുന്ന നെടുമുടി വേണുവിന്റെ കഥാപാത്രം അത് പറയുന്ന സമയത്ത് അവരതിന് ഭയങ്കര ചിരിയോടെ ഇങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു. അതൊരു നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമായിരുന്നു. ഇപ്പൊ നമ്മളുടെയൊക്കെ ഒരു ജനറേഷൻ ഇങ്ങനെ മൈൻഡിൽ വല്ലാതെ നിൽക്കും. ആ കവിയൂർപ്പൊന്നം, ഈ കവിയൂർപ്പൊന്നം അവരുടെ റേഞ്ച് കാണിക്കാൻ പറ്റിയൊരു വേഷം അതായിരുന്നു. അതുമാത്രമല്ല അവസാന കാലത്താണ് അവർ ഇപ്പം മാമാങ്കം എന്നുള്ള സിനിമയിൽ ഒരു ചെറിയ റോളാണെങ്കിലും അവർ വേറൊരു തലത്തിൽ അത് ചെയ്തിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു കവിയൂർ പൊന്നമ്മ തന്നെയാണ് ആ സിനിമയിലുള്ളത്. അതുപോലെ അതായത് ഈ കാലഘട്ടത്തിലേക്ക് വരുന്ന സമയത്ത് കവിയൂർ പൊന്നമ്മയെ ഒരു പക്ഷേ ഡയറക്ടേഴ്സ് ഉപയോഗിച്ച വിധം വളരെ കുറവായിരിക്കും, ഉപയോഗിച്ച എണ്ണം കുറവായിരിക്കും. പക്ഷേ ഈ ആണും പെണ്ണും എന്നുള്ള സിനിമയിൽ ആ ഒരു റോള് വളരെ വ്യത്യസ്തമായിട്ടൊരു റോളായിരുന്നു. അവർക്ക് അവരുടെ കവിയൂർ പൊന്നമ്മയെ നാളെ അടയാളപ്പെടുത്തുമ്പോൾ തീർച്ചയായിട്ടും ഒരു 10 റോളൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ എന്തായാലും ഉണ്ടായിരിക്കും, അവരുടെ ഒരു വേഷത്തിൽ അത് എന്തായാലും ഉണ്ടായിരിക്കും. ഇപ്പോൾ കവിയൂർ പൊന്നമ്മ നമ്മുടെ മനസ്സിലൊക്കെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ഒരു അമ്മ വേഷമുണ്ട്. അതിനകത്ത് തന്നെ അവർ മാറി നടന്നതും അവരെ സ്റ്റീരിയോ ടൈപ്പ് ചെയ്തതൊക്കെ ഉണ്ടെങ്കിലും ഇന്നും ഒരു ജനറേഷൻ്റെ, ഒരു വലിയ കാലത്തെ ജനറേഷൻ്റെ മനസ്സിൽ ഇന്നും അമ്മ എന്ന് പറയുമ്പോൾ അതിനോട് ഈക്വലായിട്ട് കവിയൂർ പൊന്നമ്മയാണ് തന്നെയാണ് വരുന്നത്. പക്ഷേ എന്ന് കരുതി മലയാളത്തിലെ മറ്റമ്മ വേഷങ്ങൾക്ക് ഇതോടുകൂടി അവസാനമൊന്നും ആയിട്ടില്ല. ഒരുപാട് വ്യത്യസ്തരായിട്ടുള്ള അമ്മ വേഷങ്ങൾ ഭാവത്തിൽ അത് ഉറപ്പായിട്ടും ഉണ്ടാകും, വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ.